ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യമേ ഉണ്ടായ പ്രലോഭനം വിശന്നിരുന്നപ്പോൾ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയുടെ പ്രലോഭകൻ എന്ന് പറയുന്ന വാക്കുകളാണ് ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. ശരീരത്തിലേക്ക് വരുന്ന ദാഹം ശമിപ്പിക്കുവാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുക. ദൈവത്തിൻ്റെ സ്വഭാവം അറിയുന്ന സാത്താൻ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ദൈവത്തെ അവനറിയാം. അത് ഈശോയുടെ മുമ്പിൽ പറയുമ്പോൾ ഈശോ അതിനെ അതിജീവിക്കുന്നത് പ്രലോഭനമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. രണ്ടാമത്തെ പ്രലോഭനം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 5-6 തിരുവചനത്തിലൂടെയാണ്. പ്രലോഭകൻ അല്ലെങ്കിൽ പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ താഴേക്ക് ചാടിക്കൊള്ളുക, അവൻ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ തൻ്റെ കരങ്ങളിൽ നിന്നെ താങ്ങിക്കൊള്ളും. ഈശോ ഈ വാക്കുകൾ കേട്ടിട്ട് അവനോട് പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സാത്താൻ പറഞ്ഞത് ദൈവവചനമായിരുന്നു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയേണ്ടി വന്നത്. അപ്പോൾ സാത്താൻ ഉപയോഗിച്ച വചനം സങ്കീർത്തകൻ 91, 11, 12 തിരുവചനങ്ങളാണ്. സാത്താൻ അങ്ങനെ തിരുവചനങ്ങൾ അറിയാം. അവൻ നേരത്തെ സ്വർഗത്തിലായിരുന്നു, അവൻ സ്വർഗവാസിയായിരുന്നു, നല്ല ഗായകനായിരുന്നു, ദൈവത്തിന് വാക്കുകേട്ട് ജീവിച്ചവനായിരുന്നു. എന്നാൽ ദൈവത്തിനെ അനുസരിക്കാതെയും എളിമപ്പെടാതെയും വന്നപ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അതുവരെയുണ്ട് സ്വർഗത്തിലായിരുന്നുകൊണ്ട് അത് ദൈവവചനങ്ങളെല്ലാം അറിയാം. അതാണ് ദൈവവചനം അവൻ ഉപയോഗിക്കുന്നത്. അധികാരത്തിൻ്റെ മേൽ അവകാശം കാണിക്കുവാൻ വേണ്ടി പറയുകയാണ്. നീ ദൈവപുത്രനാണല്ലോ, നിനക്ക് ഒത്തിരിയേറെ അധികാരമുണ്ടല്ലോ, അത് നീ മറ്റുള്ളവരിന്ന് കാണിക്കേ. അധികാരത്തിന്മേൽ പ്രലോഭനം വരുമ്പോൾ അവയെ കീഴ്പ്പെടുത്തുന്നത് ഈശോ പറയുന്നത് ഇപ്രകാരമാണല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനമാണ് ഈശോ എടുത്ത് ഉദ്ധരിക്കുക. മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മൾക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കാം. പരിശുദ്ധമാവേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.